പിള്ളേരെ തൊലഞ്ഞു പോകണമെങ്കിൽ വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞാൽ മതി. നിന്റെ മക്കൾ വഴിതെറ്റി പോകണമെങ്കിൽ, നിന്റെ തലമുറ നശിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് മറ്റു ദൈവമക്കളെയും ദൈവദാസന്മാരെയും കുറ്റം പറഞ്ഞാൽ മതി. പറയുന്ന ഓരോ അക്ഷരത്തിനും, നീ പറയുന്ന ഓരോ അക്ഷരത്തിനും എണ്ണി എണ്ണി എന്റെ ദൈവത്തിന് മുൻപിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. എഴുതാൻ മിടുക്കരായി ഒത്തിരി എണ്ണം ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾക്കൊരു ഗദശമനി ഉണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു ഗോൽഗോഥ ഉണ്ടായിരിക്കാം, നിങ്ങളെ കാണിച്ചു കൊടുക്കുന്നവരുണ്ടായിരിക്കാം, നിങ്ങളെ തള്ളി പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അതിനൊന്നും നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല. കാര്യം എന്താണെന്നറിയോ? രണ്ടുപേരെ തൊട്ട് പറ, എനിക്കൊരു രണ്ടാം ചരിത്രമുണ്ട്. മൂത്തോക്കി പറ, എനിക്കൊരു രണ്ടാം ചരിത്രമുണ്ട്. നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ, നിങ്ങൾക്കെതിരെ തന്ത്രം മെനയുന്നവർ, സ്തോത്രം നിങ്ങൾക്കുണ്ടായിരിക്കാം. ഒത്തിരി മതിലുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, ഒത്തിരി പടക്കൂട്ടങ്ങൾ നിങ്ങൾക്ക് നേരെ പാളയം ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം, ഒത്തിരി പർവ്വതങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് പല്ലിളിച്ച് വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളെ നോക്കി പ്രവചിപ്പാനുള്ളത്, ഇതിനൊന്നിനും നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല. ഒരു സെക്കൻഡ് ഹിസ്റ്ററി, ചരിത്രം. അത് ബ്രദറെ, പലർ എനിക്കെതിരെ റൂമർ പറയുന്നുണ്ട്, പലർ എനിക്കെതിരെ അപവാദം പറയുന്നുണ്ട്. ബ്രദർ അറിയാത്തത് കൊണ്ടാണ്. സ്തോത്രം എന്നാരെങ്കിലും പറയുന്നെങ്കിൽ, ലോകം കണ്ട ഏറ്റവും വലിയ റൂമർ യേശുവിനെതിരെയാണ് ഉണ്ടായത്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 13-ാം വാക്യം. യേശുവിനെ നേരെ റൂമർ പറഞ്ഞത് മറ്റേ ചേച്ചി അല്ല പറഞ്ഞത്, റോമാ സാമ്രാജ്യമാണ് യേശുവിനെ നേരെ റൂമർ പറഞ്ഞത്. ഒരു സാമ്രാജ്യം റൂമർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അന്നത്തെ മീഡിയയെ കയ്യിലെടുത്ത്, അന്നത്തെ മാധ്യമം സ്തോത്രം, അന്നത്തെ മീഡിയയെ കയ്യിലെടുത്ത് ഒരു സാമ്രാജ്യം യേശുവിനെതിരെ ഒരു കഥ സെറ്റ് ചെയ്യുകയാണ്. കഥകൾ എഴുതാൻ മിടുക്കരായി ഒത്തിരി എണ്ണം ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം, ബോളിവുഡിൽ കഥയില്ലെങ്കിലും ഹോളിവുഡിൽ കഥയില്ലെങ്കിലും സ്തോത്രം, അതേ കഥ എഴുതാൻ പറ്റുന്ന നല്ല ചേച്ചിമാർ വന്നിട്ടുണ്ട്. ഈ വിശുദ്ധ പുസ്തകം ഉയർത്തി നോക്ക്, ശബ്ദം ഉണ്ടാക്കാതെ ഇത് കേട്ടിരിക്കുക. അവളുമാര് ഗുണപ്പെടേണ്ട അവസാന അലാമാനതയോ ഈ വിശുദ്ധ പുസ്തകം ഉയർത്തി വളരെ കൃത്യമായി പറയണം. നീ പറയുന്ന ഓരോ അക്ഷരത്തിനും എണ്ണി എണ്ണി എന്റെ ദൈവത്തിന് മുൻപിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. നീ പറയുന്ന ഓരോ അക്ഷരത്തിനും. പക്ഷെ ബാബു ചെറിയാനെന്ന മഹാനായ ഒരു ദൈവദാസനുണ്ട്. പിറവത്താണ്, വിളിച്ചാൽ കിട്ടത്തില്ല, അത്ര വലിയവനാണ്. നമ്മളെ ഹാള് ചെറുതും പുള്ളി വലിയ ആളാണ്. നല്ല ദൈവദാസന് ഒരിക്കൽ ലഭിക്കുകയുണ്ടായി. ബ്യൂട്ടിഫുൾ മാൻ ഓഫ് ഗോഡ്, വളരെ മാനിക്കുന്ന ദൈവദാസൻ. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്? നിന്റെ പിള്ളേരെ തൊലഞ്ഞു പോകണമെങ്കിൽ വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞാൽ മതി. നിന്റെ മക്കൾ വഴിതെറ്റി പോകണമെങ്കിൽ, നിന്റെ തലമുറ നശിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് മറ്റു ദൈവമക്കളെയും ദൈവദാസന്മാരെയും കുറ്റം പറഞ്ഞാൽ മതി. എന്തൊരു ശാന്തത സെക്കൻഡ് സർവീസ്. അപ്പൊ മനസ്സിലായല്ലോ എവിടെയാ കെട്ടുകിടക്കുന്നതെന്ന് മനസ്സിലായോ? അപവാദം പറയുന്ന ചേച്ചിയെ, അപവാദം പറയുന്ന ചേട്ടനെ സൂക്ഷിച്ചോ. ഇത് പലിശയും കൂട്ടുപലിശയുമായി നീ കൊയ്യുന്ന ഒരു സമയമുണ്ട്. മത്തായി 28:13